ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയാൻ, അറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ബി കെയർഫുൾ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ബൈബിളിലെ വാചകമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നിങ്ങൾ ദൂഷിതരാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏഞ്ഞു നീങ്ങുന്ന ഉരവർഗത്തിന്റെ രൂപമുണ്ടാക്കി നിങ്ങൾ ദൂഷിതരാകരുത്. നോക്ക്, എത്ര പ്രബലമായിട്ടാണ് പറയുന്നത്. ബൈബിളാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ. തൊട്ടപ്പുറത്ത് 5-ാം അധ്യായത്തിൽ പറയുന്നു, സൂര്യനെ നിങ്ങൾ ആരാധിക്കരുത്, ചന്ദ്രനെ നിങ്ങൾ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, കാരണം അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. വല്ലാത്തൊരു കാര്യമാണ്. ആകാശത്തിലെ പർവ്വചാരികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ ജലരാശിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ മാലാഖമാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, പർവ്വതങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയിലെ മനുഷ്യരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, കാരണം അവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനല്ലയോ നിങ്ങളുടെ സംരക്ഷകൻ. സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എത്ര വ്യക്തമാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ, പഴയ നിയമത്തിൽ, 10 കമാൻഡ്മെന്റ്സിൽ ഏറ്റവും പ്രധാനമായ കൽപ്പന എന്താ? ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 20-ാം അധ്യായം പുറപ്പാട് 1 മുതൽ 6 വരെയുള്ള വചനം, ആ വചനത്തിൽ പറയുന്നത് എന്താ? മിസ്രിം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ സൃഷ്ടാവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. നോക്കൂ, എത്ര വ്യക്തമാണ്. ആ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അവിടെ പ്രണമിക്കരുത്. ഇന്ന് ക്രിസ്തീയ ചർച്ചിൽ കയറി ചെന്ന്, ദോഹയിൽ പോലും നമുക്ക് ചർച്ച കാണാം, ചർച്ചിൽ കയറി ചെന്ന യേശുക്രിസ്തുവിന്റെ പിക്ചർ ബൈബിൾ എടുത്ത് തുറന്നു വെച്ചിട്ട് എറണാകുളത്ത് പള്ളിയിലച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ചോ ഈ ബൈബിൾ പ്രകാരം നിങ്ങൾ പാപം ചെയ്യുന്നല്ലോ അച്ചോ. അച്ഛൻ പറഞ്ഞു, എന്താ കുട്ടി പാപം? വിഗ്രഹാരാധന പാപമാണെന്ന സബ്ഹെഡിങ് കൊടുത്ത് ബൈബിളിലെ പച്ചമലയാളത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നല്ലോ അച്ചോ എന്ന് പറഞ്ഞ് ഈ 2 അധ്യായം തുറന്നു കാണിച്ചപ്പോൾ അച്ഛനൊരു വിമ്മിട്ടം. അച്ഛൻ മിണ്ടണില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, വേദങ്ങളുടെ പ്രമാണങ്ങളിലേക്ക് മനുഷ്യർ മടങ്ങിപ്പോവുക. ആ പ്രമാണങ്ങളിൽ വിഗ്രഹാരാധന പാടില്ലെന്ന് പറയും. ഇനി കേട്ടോളൂ, കേനോപനിഷത്തിന്റെ 6-7 സൂക്തങ്ങളിൽ, 2-ാം അധ്യായത്തിലെ പ്രഥമകാണ്ഡത്തിലെ 6-7 സൂക്തങ്ങളിൽ പറയാൻ, യക്ഷുഷാന പശ്യതി യേന ചക്ഷംഷി പശ്യതി തഥൈവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തഥൈവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവൻ. ലാ തുദ്രിക്കുൽ അബ്സാറ വഹുവ യുദ്രിക്കുൽ അബ്സാർ. സൂറത്ത് അൻആമിൽ അല്ലാഹ് പറയാണ്, 6-ാം അധ്യായത്തിൽ പറയാണ്, 103-ാമത്തെ വചനം, അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാണ് അവൻ, അല്ലാഹു. ബൈബിളിൽ പറയുന്നു, ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. നോക്കൂ, അങ്ങനെയുള്ള ഏകനായ ദൈവത്തിലേക്കാണ് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള നമ്മുടെ ഭാഷക്കാരെയും ഇതര ഭാഷക്കാരെയും ലോകത്തുള്ള മനുഷ്യരെയും നമുക്ക് ക്ഷണിക്കാനുള്ളത് ആ സൃഷ്ടാവിലേക്കാണ്. പിന്നെ ഖുർആൻ പറയുന്നു, വഅൻസല മിനസ് സമാഇ മാഅ, നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവൻ. ലോകത്ത് മഴ ചൊരിയുന്ന പ്രതിഭാസം ഏത് കാലം തുടങ്ങിയാണ്? ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു അത്ഭുതം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വെള്ളിയാഴ്ച അദ്ദേഹത്തെ കുരിശിലേറ്റി നമ്മൾ വിശ്വസിക്കുന്നു, ഞായറാഴ്ച അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ വെള്ളിയാഴ്ചയും കുരിശിലേറ്റി ഞായറാഴ്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇടയിൽ ലോകത്തെ നിയന്ത്രിച്ചതാരാ? ആരാ നിയന്ത്രിച്ചത്? ഞാൻ നിയന്ത്രിക്കുന്ന ഒരു കാറ് എനിക്കൊരു അറ്റാക്ക് ഉണ്ടായാൽ ഞാൻ മരിച്ച ഒരു 10 മീറ്റർ ദൂരെ പോവും, പിന്നെ ഇടിച്ചു തകർന്നു പോവും. യേശുക്രിസ്തുവാണ് ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിച്ചതെങ്കിൽ അദ്ദേഹത്തെ പിലാത്തോസിന്റെ പടയാളികൾ, ജൂതന്മാർ കുരിശിലേറ്റിയാൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ ലോകത്തിന്റെ കൺട്രോൾ തെറ്റണം. എന്തുകൊണ്ട് തെറ്റിയില്ല? അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണോ ആ ആളുടെ കയ്യിലാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. അതെ, അതാണ് അതിന്റെ. മുഹമ്മദ് നബി മരിച്ചു, സൂര്യൻ നിശ്ചലമായോ, ചന്ദ്രൻ നിശ്ചലമായോ? മുഹമ്മദ് നബി അടിമയാണ്. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, മുഹമ്മദ് നബിയെ അത്ഭുതങ്ങളുടെ ലോകത്ത് കൊണ്ടുവച്ചിട്ടൊക്കെ അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? ആ അത്ഭുതങ്ങളൊക്കെ ആണെങ്കിലും മുഹമ്മദിന്റെ അടിമയാട്ടോ. ഞാനൊരു ഉദാഹരണം പറയാം. പരിശുദ്ധ കഅബാലയത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ആകാശാരോഹണം ചെയ്ത അത്ഭുതം
മുശ്രിക്കുകൾ ഒന്നടങ്കം നിഷേധിച്ച അത്ഭുതം, മുസ്ലിങ്ങളിൽ തന്നെ ശക്കുണ്ടായ ഒരു അത്ഭുതം, ആ അത്ഭുതത്തെ പറ്റി പരാമർശിക്കുന്നിടത്ത് ഖുർആൻ മുഹമ്മദിന്റെ മനസ്സിലെങ്ങാനും ഒരു വലിയ വീരാരാധനയോ താരാരാധനയോ തോന്നിയാലോ അള്ളാഹു ഇടപെടുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, കണ്ടോ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. 17-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, എന്റെ അടിമ. മുഹമ്മദ് അടിമയായ യജമാനനല്ല കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. 18-ാം അധ്യായം 1-ാമത്തെ വചനം. അവിടെയും അടിമയാണ്. ഇനി നോക്കൂ, ഖുർആൻ എന്ന മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, ആ മിറാക്കിൾ മുഹമ്മദ് നബിയുടെ രചനയല്ല. മനസ്സിലാക്കൂ, അദ്ദേഹം എന്റെ അടിമ മാത്രമാണ്. നോക്കൂ, വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമ. ഖുർആനിലെ 2-ാം അധ്യായം 23-ാമത്തെ വചനം. എന്റെ അടിമ, അടിമ. ഖുലൂ അബ്ദുല്ലാഹി വറസൂലുഹു അഫലാ അകൂന അബദൻ ശുകൂറ. ഹദീസുകളാണ്. ഖുലൂ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്, യജമാനനല്ല. അല്ലേ? റസൂലിനെ യജമാനൻ എന്ന് വിളിച്ചു. റസൂലിനെ യജമാൻ എന്ന് വിളിച്ചവർ സയ്യിദ് അല്ലാഹ്, അല്ലാഹുവാണ് സയ്യിദ്. ഖുലൂ അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്നെ അല്ലാഹുവിന്റെ അടിമ എന്ന് വിളിച്ചോളൂ. അടിമയാകാൻ ആ റസൂൽ ഇഷ്ടപ്പെട്ട്, ദിവ്യത്വം ഒരിക്കലും അവകാശപ്പെട്ടില്ല. ലോകത്ത് രവിശങ്കറിനോട്, ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാരനായ രവിശങ്കറിനോട് ആധ്യാത്മികതയും കമ്മ്യൂണിസവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. ആ പുസ്തകത്തിന്റെ അവസാനത്തെ ചാപ്റ്റർ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. അതിലൊരു ചോദ്യമുണ്ട്, ജീവിച്ചിരിക്കുന്ന സായിബാബയെ പോലെ അമൃതാനന്ദമയെ പോലെ അങ്ങ് മനുഷ്യ ദൈവമാണെന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും? അതിന് രവിശങ്കറിന്റെ മറുപടി എന്തറിയോ? ദൈവം സ്നേഹമാണ്, ഞാൻ സ്നേഹമാണ്, സ്നേഹം തന്നെയാകുന്നു ദൈവം. അഹങ്കാരം കണ്ടോ? ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം. അപ്പൊ ഞാൻ ആരാ? ഞാൻ ദൈവമാണ്. അള്ളാന്റെ വായു ശ്വസിച്ച്, അള്ളാന്റെ വെള്ളം കുടിച്ച്, അള്ളാഹു കൊടുത്ത കൈ കൊണ്ട് പിടിച്ച്, അള്ള കൊടുത്ത അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് ഏറ്റവും പ്രഗത്ഭയായ ശിഷ്യ MP വീരേന്ദ്രകുമാർ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സദസ്, മാതൃഭൂമി സ്പെഷ്യൽ സപ്ലിമെന്റിലെ ലേഖനമാണ് ഞാൻ പറയുന്നത്. ആ ലേഖനത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ആ ലേഖനത്തിൽ പറയാണ്, വീരേന്ദ്രകുമാർ നോക്കി നിൽക്കുന്ന സദസ്സിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യൻ പാസ്പോർട്ട് കോപ്പി, വിസ, അതുപോലെ ടിക്കറ്റ് എല്ലാം ഈ ശിഷ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ലോകത്തറിയപ്പെട്ട ഒരു രാജ്യത്ത് പോയി ആർട്ട് ഓഫ് ലിവിംഗിന് ക്ലാസ് എടുത്ത് തിരിച്ചു വരാൻ വേണ്ടി പറയാ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടുന്ന മെസ്സേജ്, ആ ഫ്ലൈറ്റ് തകർന്ന് ആ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത സെക്കൻഡിലെ ഭാവി പോലും അറിയാത്ത ഒരാൾ. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. മനുഷ്യരെ ചിന്തിക്കണം, ആരാണ് നമ്മുടെ സൃഷ്ടാവ്? ഈ അനന്ത വിസ്തൃതമായ ആകാശഭൂമിയെ സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അംഗീകരിക്കാത്ത മനുഷ്യർ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കുക. ആരെ? മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക. ആരെ? നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ. ഇവിടെ മനുഷ്യരൊരു പറയലുണ്ടെന്ന്, സൃഷ്ടാവ് സൃഷ്ടി എന്നൊരു സങ്കല്പമില്ല. എല്ലാം ദൈവമാണ്. അനൽ ഹക്ക് അൻതൽ ഹക്ക്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈപനാപരാം അഹം ബ്രഹ്മാസ്മി തത്വമസി. ആ തത്വം തന്നെ മഹാവിഡിത്തമാണ്. ശങ്കരാചാര്യർക്ക് സംഭവിച്ച ഒരു അബദ്ധം മാത്രമാണ്. 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോൾ. അതുകൊണ്ട് പ്രായത്തിന്റെ ഒരു പോരായ്മ മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരൊക്കെ ദൈവമാണ്. അപ്പോ ഒരു കൂട്ടർ വർഗീയമായ ഒരു വിഭാഗത്തെ കൊല്ലുന്നു. അപ്പൊ കുറെ മുസ്ലിം ദൈവങ്ങളെ കുറെ അമുസ്ലിം ദൈവങ്ങൾ കൊന്നു. കള്ളുഷാപ്പിൽ നിന്ന് 50 ആള് കള്ളു കുടിച്ചിറങ്ങും. കണ്ടടാ ദൈവങ്ങളൊക്കെ കള്ളുടിച്ചിറങ്ങണേ. വേശ്യാലയത്തിൽ കണ്ടോ ദൈവങ്ങൾ? വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ദൈവം, കള്ളുകുടിയനായ ദൈവം, തീവ്രവാദിയായ ദൈവം, തെമ്മാടിയായ ദൈവം. അങ്ങനെയല്ല, മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്നുണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യന് കളിമണ്ണിന്റെ എല്ലാ വികാരവും ഉണ്ട്. ദൈവമെന്ന ദൈവത്തിങ്കിൽ നിന്നുള്ള ആത്മാവിനെ ഊതിയപ്പോഴാണ് ഞാനും നിങ്ങളും ചൈതന്യമുള്ളവരായി തീർന്നത്. വളരെ വളരെ അർത്ഥഗർഭമായ കാര്യം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത്, ലോകത്തിന്റെ സിട്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ. ലോകത്തിന്റെ സിട്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ. ഇനി ഈ സിട്ടാവിനെ പരിചയപ്പെടും. നോക്കൂ, നമ്മുടെ ഹൃദയം സംവിധാനിച്ച പടച്ച തമ്പുരാൻ. അത്ഭുതകരമായ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വായു ശ്വസിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു 10 മിനിറ്റ് വായു വിഡ്രോ ചെയ്യുന്ന ഒരവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. 10 മിനിറ്റ് ലോകത്തുള്ള 714 കോടി മനുഷ്യർക്കും വായു കിട്ടാത്തൊരവസ്ഥകളൊന്ന് സങ്കല്പിച്ച് നോക്ക്. വെറും 10 മിനിറ്റ് മനുഷ്യർ മരിച്ചിട്ട് ഇതൊരു ശവപ്പറമ്പായി ലോകം മാറും. ആ 10 മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്ത് മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾ പൈസ കൊടുക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക്, ഭക്ഷണത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നു. എല്ലാറ്റിനും നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നു, പൈസ കൊടുക്കുന്നു. വാട്ടർ ടാപ്പിലൂടെ ലഭിക്കുന്ന വെള്ളത്തിന് പോലും നമ്മൾ പൈസ അടക്കുന്നു. എന്നാൽ വായു
ഒരു മണിക്കൂർ വെന്റിലേറ്ററിൽ ഘടിപ്പിച്ച് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകിയാൽ 4000 രൂപയാണ് കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഈടാക്കിയത്. 4 മണിക്കൂർ ശ്വസിച്ച 16,000 രൂപ കൊടുക്കുക നമ്മള്. നേരെ മറിച്ച് 60 കൊല്ലം വായു ശ്വസിച്ചോരും